ഫ്രണ്ട്സ് നമസ്കാരം. കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കലവറയിൽ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ പാലക് പനീർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാലക് പനീർ എന്ന് പറയുമ്പം സ്പിനാച്ച് വിത്ത് കോട്ടേജ് പൈ, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചീരയും നമ്മുടെ പനീറിന് മലയാളത്തിൽ പ്രത്യേകിച്ചൊന്നും എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈസി ആയിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. വെജിറ്റേറിയന്മാർക്കും നോൺ വെജിറ്റേറിയന്മാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് നമുക്ക് പെട്ടെന്ന് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാലക് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തീ കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടർ തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ, ഓയിൽ ഇട്ടാലും മതി, ഓയിൽ ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇച്ചിരി ബട്ടർ ഇട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബട്ടറൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം, അവരവരുടെ ഹെൽത്ത് നോക്കേണ്ടത് അവർ തന്നെയാണ്. ഞാൻ ബട്ടർ ഇട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ബട്ടർ ഇട്ട് ഉണ്ടാക്കാൻ നോക്കരുത്. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ ഉരുകി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ നമ്മുടെ ഉള്ളി ഷാലറ്റ്സ് എന്നിട്ട് മൂപ്പിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചി ചെറിയ ഒരു കഷ്ണമാണ്, വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുക്കാം. അതിനെ കൂടെ നമുക്ക് അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ഒന്ന് ചോപ്പ് ചെയ്ത്, ഫൈൻ ചോപ്പൊന്നും ചെയ്യേണ്ട, ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇത്. അതുകൊണ്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യുകയൊന്നും വേണം. എങ്ങനെ ഇതൊക്കെ വന്നിട്ട് വഴറ്റിയെടുത്താൽ മതി, വെട്ടിക്കണ്ടിച്ചൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് ചുവന്ന മുളക് പൊടി ഇടുന്നില്ല. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നിറച്ച് എടുക്കും. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം, സ്പിനാച്ച്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 350 ഗ്രാം സ്പിനാച്ചും 400 ഗ്രാം പനീറുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്പിനാച്ച് എല്ലാം നന്നായിട്ട് വെന്ത് എല്ലാം നല്ല ഒതുങ്ങി ഇച്ചിരിയേ ഉള്ളൂ കണ്ടോ, അത്രയും നിറച്ചിട്ടിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് തണുപ്പിക്കാം. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ സ്പിനാച്ച് ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത് വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ച് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതിനിപ്പോൾ മിക്സിയിലൊന്നും കൊണ്ട് അരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നിറച്ച് 2 സ്പൂൺ നിറച്ചെടുത്തോ. ആദ്യമേ നമ്മൾ 2 സ്പൂൺ ചേർത്തായിരുന്നു. അതുകൂടാതെ ഒരു 2 സ്പൂൺ കൂടെ ഇപ്പോൾ ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചേർക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 150 ml ആണ്. ഞാനത് മുഴുവൻ ചേർക്കുന്നില്ല, പകുതിയേ ചേർക്കുന്നുള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇപ്പോൾ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ കടയിൽ പോയിട്ടാണേലും മേടിക്കാൻ മറന്നുപോയി. ഒരു മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ഒരു
ടച്ച് വരത്തുള്ളൂ. എനിവേ ഇതും മോശമൊന്നുമല്ല, നല്ലതാണ്. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു ശകലം കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സ്പിനാച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മളിവിടെ ഞാൻ കുറച്ച് പനീർ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച്, ഗ്രേറ്റഡ് പനീർ. അതിനെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഒരു നുള്ള് ജാതിക്കാപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഒരു നുള്ളു മതി കേട്ടോ, ഒരുപാടൊന്നും ഇടണ്ട, പിന്നെ അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. ഒരു ജാതിക്കാപ്പൊടി ഒരു നുള്ളിട്ട്, അതുപോലെ ഒരു ശകലം ജീരകം പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ കൂടെ ബെസ്റ്റാണ്. ഇപ്പം വേണമെങ്കിൽ അത്യാവശ്യം പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കുന്നു, മൂത്തയാൾ കോളേജിൽ പോയിരിക്കുന്നു, ഭാര്യയാണെങ്കിൽ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ എനിക്ക് ഇന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൂടെ ഒരു പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്തിട്ട് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാലക് പനീർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്കൂടെ തരിക. നന്നായിട്ട് നല്ല കറിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നാനിൻ്റെ കൂടെയോ അല്ലെ ഗാർലിക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.